ഗുരു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ മുഖ്യ അഡ്മിൻ ഉദയൻജി അവറുകൾ, അധ്യക്ഷൻ പ്രതീഷ് ജി അവറുകൾ, കോഓർഡിനേറ്റർ റെജി ജി അവറുകൾ, മറ്റ് അഡ്മിൻ ടീം അംഗങ്ങളെ, എൻ്റെ ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഗൗതം. വളരെ നാളുകൾക്ക് ശേഷം ആണ് ഞാൻ ഈ ക്ഷേത്രമുറ്റത്ത് എത്തുന്നത്. അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ ആഘോഷവേളയിൽ എനിക്ക് ഒരു ചെറിയ പ്രഭാഷണം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ എൻ്റെ പ്രധാന വിഷയം ജ്ഞാനസ്വരൂപനായ പഴംപൊരുൾ. ജ്ഞാനസ്വരൂപനായ പഴംപൊരുൾ അരുൾ ചെയ്തു തന്ന ഒരു വാക്യമുണ്ട്: വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു തന്നതിനു ശേഷം ഭഗവാൻ നമുക്ക് വിദ്യാലയങ്ങളാണ് സ്ഥാപിച്ചു തന്നത്. അറിവിൻ്റെ പൊരുളുകൾ അറിയാനും അറിയിക്കാനുമാണെന്നും വാദിക്കാനും ജയിക്കാനും അല്ലെന്നും ഭഗവാൻ അരുൾ ചെയ്തു. വളരെയധികം ജ്ഞാനസ്വരൂപനായിരുന്നു ഭഗവാൻ. ഇന്ന് നമ്മുടെ രാജ്യത്തെ വനിതകളുടെ ഉന്നമനത്തിനായി ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭഗവാൻ പെൺപള്ളിക്കൂടം നമുക്ക് സ്ഥാപിച്ചു തന്നു. ഇന്ന് ഭൂമിയിലെ വരൾച്ചയും മലിനീകരണവും തടയാനായി സർക്കാർ വനസംരക്ഷണ നിയമം നിലവിൽ കൊണ്ടുവന്നു. എന്നാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് പറഞ്ഞു തന്നു. ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ എല്ലാം ഓരോ പ്ലാവ് നടുകയുണ്ടായി. അതിന് കാരണമുണ്ട്. ഇതിൻ്റെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഇലകൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും. നമ്മൾക്കറിയാം, ശിവഗിരി സമാധി മന്ദിരത്തിന് മുൻപിലും ഒരേ ഒരു മരമാണ് ഉള്ളത്. അത് പ്ലാവാണ്. ഈ മരം നടുമ്പോൾ ഭഗവാൻ പറഞ്ഞു, പ്രകൃതി സംരക്ഷണവുമാകും ഫലവും ലഭിക്കും എന്ന്. ഭഗവാൻ പ്ലാവ് നടാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അതായത്, കാർബൺ വലിച്ചെടുക്കാൻ ഏറ്റവും കഴിവുള്ളത് പാലുള്ള വൃക്ഷങ്ങൾക്കാണ്. ഇന്ന് ഇത് ശാസ്ത്രജ്ഞർ തെളിയിച്ചു. എന്നാൽ ഭഗവാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്കത് മനസ്സിലാക്കി തന്നു. ശിവഗിരി സമാധി മന്ദിരത്തിൻ്റെ പിറകിൽ സ്ലാബിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? സൗകര്യമുള്ളപ്പോൾ ഫലവൃക്ഷം നടുക, ഫലവുമായി തണലുമായി. സൗകര്യമുള്ളപ്പോൾ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മുടെ ഈശ്വരൻ ഒരു ജ്ഞാനസ്വരൂപനായ പഴംപൊരുൾ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.